ഇന്ന് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എന്താണ് ഈ പറഞ്ഞ കൂട്ട് 8085 ഇല്ല 8085ഉം 8086ഉം തമ്മിലുള്ള കമ്പാരിസണും അതുപോലെ തന്നെ 8086 എങ്ങനെയാണ് ഫിസിക്കൽ അഡ്രസ് ജനറേറ്റ് ചെയ്യുന്നത് ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് 8085 8086ഉം തമ്മിലുള്ള കമ്പാരിസൺസ് നോക്കാം. 8085ഉം 8086ഉം കൂടി തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 8085 എന്ന് പറയുന്നത് ഒരു 8-ബിറ്റ് ഡേറ്റയെ കൈകാര്യം ചെയ്യുന്ന ഒരു മൈക്രോ പ്രോസസർ ആണ്. 8086 16-ബിറ്റ് ഡേറ്റയാണ് കൈകാര്യം ചെയ്യുന്നത്. സോ നമുക്ക് പറയാം ഇതിന് ഈ മൈക്രോ പ്രോസസർ 8-ബിറ്റ് ആണ്. 8085 8-ബിറ്റ് ആണ്, 8086 16-ബിറ്റ് ആണ്. സോ 8-ബിറ്റ് മൈക്രോ പ്രോസസർ ആയതുകൊണ്ട് നമ്മൾ പറയും ALU 8-ബിറ്റ് ആണ് 8085 8086 16-ബിറ്റ് ALU ആണ്. ഓക്കെ, അപ്പോൾ ഡേറ്റാ ബസിന്റെ വിഡ്ത്ത് 8085 8-ബിറ്റ് ആണ്, 8086 16-ബിറ്റ് ആണ്. റിഗാർഡിംഗ് ദ അഡ്രസ് ബസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 8085 16-ബിറ്റ് അഡ്രസ് ആണ്, അതേസമയം 8086 20-ബിറ്റ് അഡ്രസ് ആണ്. ഇനി അഡ്രസ്സിന്റെ സൈസ് അനുസരിച്ചിട്ടാണ് മാക്സിമം മെമ്മറി ആക്സസിബിൾ കപ്പാസിറ്റി നമ്മൾ പറയുന്നത്. അപ്പം 8085 16-ബിറ്റ് ആയതുകൊണ്ട് 216 ബൈറ്റ്സ് അല്ലെങ്കിൽ 64 KB മെമ്മറി ആക്സസ് ചെയ്യാൻ പറ്റും. 8086 20 ആണ് മെമ്മറി അഡ്രസ് ബസിന്റെ വിഡ്ത്ത് ആയതുകൊണ്ട് ദ മാക്സിമം മെമ്മറി ആക്സസിബിൾ ഈസ് 2/20. ഇനി 8085 ഒരേ ഒരു ക്ലോക്കേ ഉള്ളൂ, ദാറ്റ് ഈസ് 3 MHz ക്ലോക്ക്. അപ്പോൾ അതിനകത്തൊരു ഓൺ ചിപ്പ് ഓസിലേറ്റർ ഉണ്ട്. പക്ഷേ 8086 3 ടൈപ്സ് ഓഫ് ക്ലോക്ക് ഫ്രീക്വൻസീസ് അവൈലബിൾ ആണ്, 5 MHz, 8 and 10 MHz. ഇനി 8085 ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 6500 ട്രാൻസിസ്റ്റേഴ്സ് ആണ്, ബട്ട് ഇൻ 8086 ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 29,000 ട്രാൻസിസ്റ്റേഴ്സ് ആണ്. ഇനി 8085ന്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ് നമ്മൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ALU ദാറ്റ് ഈസ് അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ അരിത്തമെറ്റിക് തന്നെ സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനുമുള്ള ഇൻസ്ട്രക്ഷൻസ് അവൈലബിൾ അല്ല. പക്ഷേ 8086 ഇഷ്ടംപോലെ ഇൻസ്ട്രക്ഷൻസ് അവൈലബിൾ ആണ്. 8085 ഉള്ള പോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഫ്ലാഗ് രജിസ്റ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 8085 5 ഫ്ലാഗ്സേ ഉള്ളൂ, ക്യാരി, ഓക്സിലറി ക്യാരി, പാരിറ്റി, സീറോ ആൻഡ് സൈൻ ഫ്ലാഗ്. ബട്ട് ഇൻ 8086 ഇറ്റ് ഹാസ് 9 ഫ്ലാഗ്സ്. ഇൻ അഡീഷൻ ടു ഓൾറെഡി ഉള്ള 5 ഫ്ലാഗ് കൂടാതെ ഒരു 4 ഫ്ലാഗ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ട്രാപ്പ്, ഇന്ററപ്റ്റ്, ഡയറക്ഷൻ, ഓവർഫ്ലോ. ഓക്കെ, ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒരു ഹാർഡ്വെയർ ഇന്ററപ്റ്റ് ആണ്. അതും ട്രാപ്പും ഇന്ററപ്റ്റിന് കറസ്പോണ്ടിങ് ആണ്. ഡയറക്ഷൻ ഫ്ലാഗ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാം, സ്ട്രിംഗ് ഓപ്പറേഷൻസിലാണ് നമ്മൾ ഡയറക്ഷൻ ഫ്ലാഗ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഓവർഫ്ലോ ഫ്ലാഗും. ഇനി 8085 മെമ്മറി നോക്കുവാണെങ്കിൽ മെമ്മറി സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റേ ഇല്ല. പക്ഷെ 8086 നമുക്കറിയാം 2/20 അല്ലെങ്കിൽ 1 MB മെമ്മറി ഉണ്ട്. ആ മെമ്മറിയെ സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, 64 KB സൈസ് ഉള്ള സെഗ്മെന്റ്. അപ്പോൾ സെഗ്മെന്റേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് 8086 ഉണ്ട്. ഇനി 8085 only സിംഗിൾ മോഡിലേ വർക്ക് ചെയ്യത്തുള്ളൂ. 8086 മിനിമം ആൻഡ് മാക്സിമം മോഡിൽ, ദാറ്റ് ഈ സിംഗിൾ പ്രോസസർ ആൻഡ് മൾട്ടി പ്രോസസർ മോഡിൽ വർക്ക് ചെയ്യും. ഈ പൈപ്പ്ലൈനിങ് അല്ലെങ്കിൽ എന്താണ് മൾട്ടിപ്പിൾ പാരലൽ എക്സിക്യൂഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ് 8085 സപ്പോർട്ട് ചെയ്യത്തില്ല, 8086 സപ്പോർട്ട് ചെയ്യും. ആ മൾട്ടിപ്പിൾ ആയിട്ട് പാരലൽ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിനെ നമ്മൾ പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ക്ലോക്ക് സൈക്കിൾ ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുമ്പോൾ അടുത്ത അതേ ക്ലോക്ക് സൈക്കിൾ തന്നെ വേറൊരു ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യുന്നു, വേറൊരു ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള കൺസെപ്റ്റിനെയാണ് നമ്മൾ പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത്. വെച്ചാൽ സിംഗിൾ ക്ലോക്ക് സൈക്കിളിൽ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് ഫാസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നു. സോ ആ പൈപ്പ് ലൈനിങ് കൺസെപ്റ്റ് 8085 അവൈലബിൾ അല്ല, 8086 ആ പൈപ്പ് ലൈനിങ് കൺസെപ്റ്റ്സ് അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു 8085 സിംഗിൾ പ്രോസസർ കോൺഫിഗറേഷൻ ആണെങ്കിൽ 8086 മൾട്ടി പ്രോസസർ കോൺഫിഗറേഷൻ ആണ്. ഇനി ഇൻസ്ട്രക്ഷൻ ബൈറ്റ് ക്യൂ, നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ഫെച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ബൈറ്റ് ക്യൂ ഉണ്ട്. ആ ഇൻസ്ട്രക്ഷൻ ബൈറ്റ് ക്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് 8085 ഇല്ല, 8086 ഉണ്ട്. 6 ബൈറ്റ് ആണ് ഇൻസ്ട്രക്ഷൻ ബൈറ്റ് ക്യൂ. ഇനി 8085 ചീപ്പർ ആണ് കമ്പയർഡ് ടു 8086. കാരണം 8085 നിങ്ങൾക്ക് മനസ്സിലായി എത്ര ട്രാൻസിസ്റ്റേഴ്സ് വെച്ചിട്ടാണ്, 6500 ട്രാൻസിസ്റ്റേഴ്സേ ഉള്ളൂ. പക്ഷേ 8086 ഉണ്ടാക്കിയിരിക്കുന്നത് 29,000 ട്രാൻസിസ്റ്റേഴ്സ് വെച്ചിട്ടാണ്. സോ അതുകൊണ്ട് 8085 ചീപ്പാണ് കമ്പയർഡ് ടു 8086. അതാണ് കോസ്റ്റിനെ പറ്റിയും ഉള്ളത്. അപ്പോൾ 8085 8086 തമ്മിലുള്ള കമ്പാരിസൺ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് ഫിസിക്കൽ അഡ്രസ് ജനറേറ്റ് ചെയ്തത് പ്രോബ്ലംസ് നോക്കാം.
സപ്പോസ് യു ഹാവ് ഗിവൺ എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ്, കോഡ് സെഗ്മെന്റ് രജിസ്റ്ററിൽ ഒരു അഡ്രസ്സ് തന്നിട്ടുണ്ട്, പല ഡിഫറെന്റ് ഓഫ്സെറ്റുകൾ തന്നിട്ടുണ്ട്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ CS രജിസ്റ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇഫക്റ്റീവ് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സെഗ്മെന്റ് രജിസ്റ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓഫ്സെറ്റുകൾ ഏതാണെന്ന് നോക്കണം. കോഡ് സെഗ്മെന്റ് ഓഫ്സെറ്റ് CS-നൊപ്പം നമ്മൾ IP ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, DS ഡാറ്റ സെഗ്മെന്റ് ആണെങ്കിൽ നമ്മൾ ഡാറ്റ സെഗ്മെന്റ് ഈസ് ടു SI അല്ലെ, SI അല്ലെങ്കിൽ DI ഒക്കെ അല്ലേ നമ്മൾ ഉപയോഗിക്കാറ്. അപ്പോൾ ഓരോന്നിനും കറസ്പോണ്ടിങ് ഏതാണെന്ന് നമ്മൾ നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. നമുക്കറിയാം കോഡ് സെഗ്മെന്റ് രജിസ്റ്ററിനൊപ്പം IP എന്ന് പറയുന്ന ഓഫ്സെറ്റ് രജിസ്റ്റർ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇഫക്റ്റീവ് അഡ്രസ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ അഡ്രസ് കാൽക്കുലേഷൻ 8086 ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെഗ്മെന്റ് രജിസ്റ്റർ ഇൻറ്റു 10 പ്ലസ് ഓഫ്സെറ്റ് ഈ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ സെഗ്മെന്റ് രജിസ്റ്ററിലെ അഡ്രസ്സ് 4042 ആണ് എങ്കിൽ ആ സെഗ്മെന്റ് രജിസ്റ്ററിന്റെ അഡ്രസ്സ് ഇൻറ്റു 10 പ്ലസ് തന്നിരിക്കുന്നതിന്റെ ഓഫ്സെറ്റ്. നമ്മുടെ കോഡ് സെഗ്മെന്റ് രജിസ്റ്റർ ആയതുകൊണ്ട് നമ്മുടെ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ IP ആണ്. സോ അത് ജനറേറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പം നമുക്ക് ബാക്കിയുള്ളതിന്റെ വാല്യൂസിനൊന്നും സിഗ്നിഫിക്കൻസ് ഇല്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ഇതെന്താണ്? ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നേക്കുന്നത് സെഗ്മെന്റ് രജിസ്റ്റർ സ്റ്റാക്ക് സെഗ്മെന്റാ. സ്റ്റാക്ക് സെഗ്മെന്റിനൊപ്പം SP-യും വർക്ക് ചെയ്യാം, BP-യും വർക്ക് ചെയ്യാം. ഓക്കെ, SS ഈസ് ടു SP-യും വർക്ക് ചെയ്യാറുണ്ട്, ബേസ് പോയിന്റും വർക്ക് ചെയ്യാറുണ്ട്. സോ നമുക്ക് അവിടെ അപ്പോൾ രണ്ട് പോസിബിലിറ്റി ഓഫ് ആൻസേഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് സ്റ്റാക്ക് സെഗ്മെന്റ് ഇൻറ്റു 10 പ്ലസ് SP കിട്ടുന്ന അഡ്രസ്സും ഓക്കെയാണ്. അതേപോലെ സ്റ്റാക്ക് സെഗ്മെന്റ് ഇൻറ്റു 10 പ്ലസ് BP കൊടുത്താലും ഓക്കെയാണ്. അപ്പോൾ ഇത്രയും പോർഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.